ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്ത് പെട്ടെന്നല്ലേ 40-ാം വെള്ളി എത്തിയത്. നമ്മൾ നോമ്പ് ആരംഭിച്ചിട്ട് 40 ദിനരാത്രങ്ങളായി. യഥാർത്ഥത്തിൽ 40-ാം വെള്ളിയോടെ നോമ്പ് അവസാനിക്കുക. കാരണം ഈശോയുടെ മരുഭൂമിയിലെ 40 ദിനരാത്രങ്ങളുടെ നോമ്പനുഭവം നമ്മൾ സ്വന്തമാക്കുകയായിരുന്നു ഈ വലിയ നോമ്പിൽ. എന്നാൽ ഈ നോമ്പാചരണം ഈശോയുടെ ഉയിർപ്പ് തിരുനാളിന് ഒരുക്കമായി മാറുമ്പോഴാണ് ഇത് 50 നോമ്പായി മാറുന്നത്. അതുകൊണ്ട് തന്നെ 40-ാം വെള്ളിയിൽ നോമ്പ് അവസാനിക്കുകയും കൂടുതൽ വ്രതബദ്ധമായ, കൂടുതൽ അനുഷ്ഠാനപരമായ ദിവ്യരഹസ്യങ്ങളെ സ്വന്തമാക്കുന്നതിനായി വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുമാണ്. അതുകൊണ്ട് 40-ാം വെള്ളിയെ വിശുദ്ധ വാരത്തിൻ്റെ പ്രവേശന കവാടം എന്ന് വിളിക്കാം. 40 ദിവസങ്ങളുടെ നോമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമായിട്ട് കൊഴുക്കോട്ട ഉണ്ടാക്കി എന്ന ഒരു പാരമ്പര്യം കൂടെ ഉണ്ട് എന്നത് നമുക്ക് ഓർമ്മിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ ഉത്ഥാനം നമുക്ക് നൽകുന്ന വലിയ ശക്തി, പ്രത്യാശയാണ്. ഏത് സാഹചര്യത്തെയും, മനുഷ്യസഹജമായ ഏത് പ്രലോഭനത്തെയും, ഏത് പാപ സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള പ്രാപ്തി നമുക്ക് കിട്ടും എന്ന് നോമ്പ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നോമ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ചില ശീലങ്ങൾ സ്വന്തമാക്കാൻ മറ്റു ചില ശീലങ്ങൾ ഒഴിവാക്കുന്നു. അനുചിതമായത് ഒഴിവാക്കാൻ ഉചിതമായത് അനുശീലിക്കുന്നു. അങ്ങനെ നിരന്തരമായ അനുശീലനത്തിലൂടെ ഈശോയിലേക്ക് രൂപമാറ്റം വരുത്താൻ, ഈശോയോട് അനുരൂപപ്പെടാൻ നമ്മളെ സജ്ജരാക്കുകയാണ് നോമ്പിൻ്റെ ദിനങ്ങൾ. ഈ 40-ാം വെള്ളിയിൽ നമുക്ക് കരകതമായ ആത്മീയ നന്മകളെ ഓർത്ത് സന്തോഷിക്കാം. ഏതെങ്കിലും തരത്തിൽ പോരായ്മകളുണ്ടെങ്കിൽ കുറവുകൾ പരിഹരിക്കുന്ന വിശുദ്ധ വാരത്തിലേക്ക് ആവേശത്തോടെ പ്രവേശിക്കാം.